वाग्देवता चरित चित्रित चित्तसत्मा पद्मावती चरण चारण चक्रवर्ती ജാതി, സമ്പ്രദായം, ഭാഷ, വേഷഭൂഷകൾ, സംസ്ഥാനം എന്നിവയിൽ വിഘടിക്കപ്പെട്ട ഭാരതീയരെ സംഘടിപ്പിക്കുക എന്ന മഹത്വപൂർണമായ കാര്യം ഡോക്ടർ കേശവ ബലിറാം ഖഡ്ഗേവാർ രാഷ്ട്രീയ സ്വയംസേവക സംഘ സ്ഥാപനത്തിലൂടെ ആരംഭിച്ചു. ഞാൻ കേശവ ബലിറാം ഖഡ്ഗേവാർ പറയുന്നു, ഹിന്ദുസ്ഥാനം ഹിന്ദു രാഷ്ട്രമാണെന്ന്. ഈ ആത്മവിശ്വാസം ഒരു ഗർജനമായിരുന്നു. ഇത് ഹിന്ദുക്കളിൽ സ്വാഭിമാനമുണർത്തി. 1925 മുതൽ 1940 വരെയുള്ള 15 വർഷത്തെ കാലയളവിൽ രാവും പകലും പരിശ്രമിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് അഖില ഭാരതീയ സ്വരൂപം നിർമ്മിച്ചു. യാതൊരുവിധ സ്വാർത്ഥലാഭവും ഇച്ഛിക്കാതെ ഭാരതമാതാവിന്റെ ഗതകാല വൈഭവത്തെ പുനരാനയിക്കാൻ രാഷ്ട്രഭക്തിയാൽ പ്രേരിതരായ ജനതയുടെ സംഘടനയെ ഡോക്ടർ കേശവ ബലിറാം ഖഡ്ഗേവാർ ശ്രീ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന ഗുരുജിയെ ഏൽപ്പിച്ച് ഇഹലോകവാസം വെടിഞ്ഞു. ആയിരത്തി 1932 മുതൽ ശ്രീ ഗുരുജി ഡോക്ടർജിയുമായി പരിചയത്തിലായിരുന്നു. അന്നു മുതൽ ഡോക്ടർജി സ്വന്തം ദൃഷ്ടിപഥത്തിൽ തന്നെ ഗുരുജിയെ നിർത്തിയിരുന്നു. എല്ലാവിധത്തിലും ഗുരുജിയെ മനസ്സിലാക്കിയിരുന്നു. പൂജ്യ ഗുരുജി സ്വാമി വിവേകാനന്ദന്റെ സതീർത്ഥ്യനായ സ്വാമി അഖണ്ഡാനന്ദജിയിൽ നിന്ന് മന്ത്രദീക്ഷ നേടി അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ സംഘകാര്യത്തിൽ മുഴുകി. ഹിമാലയ സാനുക്കളിലെ ശാന്തതയിൽ മോക്ഷപ്രാപ്തി നേടാനുള്ള ആഗ്രഹം ത്യജിച്ച് പൂജ്യ ഗുരുജി ഹിന്ദു സമൂഹത്തെ സ്വാഭിമാനവും ബലശാലിയുമാക്കാനുള്ള ആഗ്രഹവും നെഞ്ചിലേറ്റി സംഘകാര്യത്തിൽ ആത്മസമർപ്പണം നടത്തി. ഹിന്ദുസ്ഥാനിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെന്ന സ്വാമി വിവേകാനന്ദന്റെ ചിന്തയെ ശ്രീ ഗുരുജി ജീവിതം മുഴുവൻ പാലിച്ചു. ജീവിതകാലം മുഴുവൻ വർഷത്തിൽ 2 പ്രാവശ്യം വീതം ഭാരതവർഷം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. പ്രവാസത്തിന് പോകും മുൻപ് അദ്ദേഹം മാതാപിതാക്കളുടെ അനുഗ്രഹം നിശ്ചയമായും തേടിയിരുന്നു. पग पग पर झूमते प्रलोभन होकर सबसे विमुख बटोही पथ पर समल समल बढ़ता है जीवन भर अविचल चलता है. പൂജ്യ ഡോക്ടർ ഖഡ്ഗേവാറിന്റെ ദേഹവിയോഗശേഷം സംഘം ബുദ്ധിമുട്ടുകളാൽ ചുറ്റപ്പെട്ടു. നാടിന്റെ വിഭജനം ചൂടുപിടിച്ചുകൊണ്ടിരുന്നു. ഭാരതമാതാവിന്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കാനായി സംഘം ദേശം മുഴുവൻ വേഗത്തിൽ വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹിന്ദു സമൂഹത്തിൽ ആത്മവിശ്വാസം ഉണർത്താനുള്ള പ്രവർത്തനത്തിൽ ശ്രീ ഗുരുജി മുഴുകി. എല്ലാം ഇട്ടെറിഞ്ഞ് ഈ സമൂഹത്തിനായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം 1942 ശ്രീ ഗുരുജി യുവാക്കളിലേക്ക് പ്രവഹിപ്പിച്ചു. 100 കണക്കിന് യുവാക്കൾ വീട്, കുടുംബം, ജോലി, തൊഴിൽ എല്ലാം ഉപേക്ഷിച്ച്
പ്രചാരകരായി. അറിയാത്ത സ്ഥലങ്ങൾ, അപരിചിതരായ ജനങ്ങൾ, ഭിന്നങ്ങളായ വേഷകൾ, ഭിന്നങ്ങളായ രീതികൾ, ചുറ്റുപാടുകൾ ഇവയൊക്കെ ഉണ്ടായിട്ടും പ്രചാരകന്മാരുടെ ഉത്സാഹത്തിന് യാതൊരുവിധ കുറവുമുണ്ടായില്ല. ദൃഢനിശ്ചയത്താൽ, തികഞ്ഞ അവിരത പരിശ്രമത്താൽ സംഘശാഖകളെ ദേശത്തിന്റെ മുക്കിലും മൂലയിലും വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. ഹിന്ദു സമൂഹത്തിന് അത്താണിയുണ്ടായി, ആശ്രയ കേന്ദ്രമുണ്ടായി. ഇംഗ്ലീഷുകാരന്റെ കുതന്ത്രത്താൽ ജിന്നയുടെ നേതൃത്വത്തിൽ വർഗീയവാദികളായ മുസൽമാന്മാർ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഹിംസ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭാരതമാതാവിനെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതിച്ചു. അരക്ഷിതാവസ്ഥയുടെ ഭയാനകത എങ്ങും പരന്നു. ക്രോധവും ദേഷ്യവും ജനങ്ങളിൽ ഉറഞ്ഞുകൂടി. ഹിന്ദുദേശത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനോടുള്ള ദ്വേഷത്താൽ ഉയർകൊണ്ട പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അപമാനിതരായി അഭയാർത്ഥികളാക്കപ്പെട്ടു. സകലതും നഷ്ടപ്പെട്ട അവർ ഭാരതത്തിലേക്കെത്താൻ കുതിച്ചു. അവർക്കാവശ്യം ആശ്രയമായിരുന്നു. സംഘം അവർക്ക് ആശ്രയവും തലചായ്ക്കാനിടവും ആത്മവിശ്വാസവും നൽകി. ഈ അശരണരെ പുനരധിവസിക്കുവാനുള്ള പ്രയത്നത്തിൽ സംഘം മുഴുകി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിച്ചെത്തിക്കുന്നതിന് സംഘ സ്വയം സേവകർ നടത്തിയ ബലിദാനം ചരിത്രത്തിന്റെ താളുകളിൽ സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടേണ്ടവയാണ്. നൗ ഇറ്റ് ക്യാൻ ബി ടോൾഡ് എന്ന പുസ്തകം വായിക്കുന്നതിലൂടെ മതമൗലികവാദികളായ മുസൽമാന്റെ രജാകരവും വഞ്ചന നിറഞ്ഞതുമായ യഥാർത്ഥ രൂപത്തെപ്പറ്റി പൂർണ്ണമായ തെളിവുകൾ നമുക്ക് ലഭിക്കും. സംഘ സ്വയം സേവകരുടെ ബലിദാന കഥകൾ കേട്ട് നമ്മുടെ ശിരസുകൾ ആദരവിനാൽ കുനിഞ്ഞു പോകും. അവരിൽ നമുക്ക് അഭിമാനം തോന്നും. എന്നാൽ സംഘത്തിന്, ശ്രീ ഗുരുജിക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കാനില്ലായിരുന്നു. ദില്ലിയിലെ ചുവപ്പുകോട്ടയിൽ ഇസ്ലാമിക പതാക പാറിക്കാനുള്ള പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെ തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ കൗവാലികളായി നുഴഞ്ഞു കയറിയ പാകിസ്ഥാനി സൈനികരെ തുരത്തി കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കാൻ മഹാരാജ ഹരിസിംഹനെ സമ്മതിപ്പിക്കേണ്ടിയിരുന്നു. ഭാരതത്തിൽ താമസിക്കുന്നവരിലെ ആഭ്യന്തര കലഹം മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. സംഘ സ്വയം സേവകരുടെ പ്രതിച്ഛായ ദിനംപ്രതി ഉജ്ജ്വലമായിക്കൊണ്ടിരുന്നു. ഹിന്ദുവിന്റെ സംരക്ഷകനെന്ന രൂപത്തിൽ ശ്രീ ഗുരുജിയുടെ ജനപ്രീതി ആകാശത്തോളം ഉയർന്നു. അദ്ദേഹത്തിന്റെ ഈ വൻപിച്ച ജനപ്രീതിയിൽ കോൺഗ്രസ് ഭയചകിതരായി. സംഘത്തെ കോൺഗ്രസ് തങ്ങളുടെ എതിരാളികളായി കണ്ടു. സംഘത്തിനുമേൽ നിരോധനമേർപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തി തുടങ്ങി. ഒരു വശത്ത് ഇടതുപക്ഷവും സംഘത്തിന്റെ ജനപ്രീതിയിൽ ഭയപ്പെട്ടിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധത്തെ ആധാരമാക്കി കോൺഗ്രസിന് സംഘത്തിനുമേൽ കടിഞ്ഞാണിടാനുള്ള അവസരം കൈവന്നു. സംഘത്തിനുമേൽ കൊലപാതക കുറ്റം ചുമത്തി സംഘത്തെ അപമാനിക്കാനുള്ള തന്ത്രം രൂപപ്പെടുത്തി. സംഘ സ്വയം സേവകരുടെ മേൽ അതിനിഷ്ഠൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. സംഘം വിചാരിച്ചിരുന്നെങ്കിൽ തക്ക മറുപടി കൊടുക്കാനാകുമായിരുന്നു. ദേശം മുഴുവൻ അതിനിഷ്ഠൂരമായ സംഘർഷം വ്യാപിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് ബലിദാനികളുടെ പരിശ്രമമായി ലഭിച്ച സ്വാതന്ത്ര്യം ചിന്നിച്ചിതറി പോകുമായിരുന്നു. അതിനാൽ സംഘം സംയമനത്തിന്റെയും ശാന്തിയുടെയും മാർഗം സ്വീകരിച്ചു. വസ്തുനിഷ്ഠമല്ലാത്ത നിരോധനത്തെ മറികടക്കാൻ ശാന്തിപൂർവം സത്യാഗ്രഹം തുടങ്ങി. 1948 നവംബർ 19 ശ്രീ ഗുരുജി ശംഖനാദത്താൽ സമരാഹ്വാനം മുഴക്കിക്കൊണ്ട് പറഞ്ഞു: ഇത് ധർമ്മവും അധർമ്മവും, ന്യായവും അന്യായവും, സ്നേഹവും ദുഷ്ടതയും തമ്മിലുള്ള പോരാട്ടമാണ്. വിജയം സുനിശ്ചിതമാണ്. ധർമ്മത്തിന്റെ കൂടെ ഭഗവാനും, അതായത് ഭഗവാന്റെ കൂടെ വിജയവും ഉണ്ടാകും. അതിനാൽ ഹൃദയാകാശം മുതൽ ജഗദാകാശം വരെ ജയകാരത്തിന്റെ ധ്വനി മുഴക്കും. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കും. ആയിരക്കണക്കിന് സ്വയം സേവകർ സത്യാഗ്രഹമനുഷ്ഠിച്ചു. വിഭജന സമയത്ത് സംഘമെടുത്ത അതിധീരമായ നടപടിയാൽ പ്രേരിതരായ കോടാനുകൂടി ജനതയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കോൺഗ്രസിന്
സംഘത്തിന് മേലുള്ള നിരോധനം പിൻവലിക്കേണ്ടി വന്നു. പൂജ്യ ഗുരുജിക്ക് ദേശം മുഴുവൻ അത്ഭുതകരമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത്. BBC പറഞ്ഞു, ദേശത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഒരു പുതിയ നക്ഷത്രം ജ്വലിച്ചുയർന്നിരിക്കുന്നു. കോൺഗ്രസിൽ ലയിക്കാനുള്ള സർദാർ പട്ടേലിന്റെ ആഹ്വാനം ഗുരുജിയെ ആകർഷിച്ചില്ല. 4 ദിക്കിലും അലയടിച്ച അന്തരീക്ഷത്തിന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാനായില്ല. അതിസങ്കീർണവും വിഘടിതവുമായ പരിതസ്ഥിതിയിൽ ശ്രീ ഗുരുജി നാം 105 പേരെന്ന ആ യുക്തിസഹമായ ചിന്തയാൽ സഹകരണത്തിന്റെ ഹസ്തം നീട്ടി. സംഘശാഖയ്ക്ക് വീണ്ടും ശുഭാരംഭമായി. ആയിരത്തി 1948 മുതൽ 1950 വരെയുള്ള കാലയളവിൽ നിരന്തരമായ പരിശ്രമത്താലും കുടുംബ പ്രാരബ്ധത്താലും നിരവധി കാര്യകർത്താക്കൾ ക്ഷീണിതരായി തീർന്നു. ഗാന്ധി ഹത്യയിൽ സംഘകാര്യം 20 വർഷം പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുജിയുടെ പ്രസ്താവന സംഘകാര്യകർത്താക്കളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. പരമപൂജ്യ ഗുരുജി എല്ലാ സഹപ്രവർത്തകരെയും ഒന്നിച്ചുകൂട്ടി. രാഷ്ട്രഭക്തിയാൽ പ്രേരിതനും ശുദ്ധ ചാരിത്ര്യവും നിസ്വാർത്ഥ ഭാവനയാലും പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കളെ നിർമ്മിക്കുന്ന സംഘശാഖയുടെ മൂലമന്ത്രത്തെ ഓർമ്മിപ്പിച്ചു. अब हम लोग अपने एक जीवन में एक कार्य लेकर बैठे, जो कार्य परम पूज्य डॉक्टर साहब ने प्रारंभ किया था, उस कार्य के तत्व को हृदयंगम करने के लिए और उस तत्व के अनुरूप अपना जीवन ढालने के लिए केवल तत्व के रूखे शब्दों के चिंतन से काम नहीं होगा. तो जो जीवन के अंदर एक मृदुता रहती है, कोमलता रहती है, भावभीनी ऐसी जो अवस्था रहती है, वह भावभीनी अवस्था अपने जीवन में निर्माण करने के लिए केवल शब्दों को रटकर काम नहीं चलेगा. तो ऐसी कौन सी भावभीनी अवस्था, अपना कार्य क्या है? डॉक्टर साहब ने हम लोगों को कार्य करने के लिए कहा, सब लोगों को, अपने अच्छे आवत भारत के अपने बंधुओं को, वो कौन सा कार्य करने के लिए कहा? तो उन्होंने कहा कि ये अपना हिंदू समाज है तो बड़ा विशाल, अब इसको संगठित करना. ലോകത്തിന്റെ രംഗവേദിയിൽ ഓരോ വ്യക്തിക്കും തന്റേതായ കർത്തവ്യം സർവോത്കർഷമായ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണത ദൃശ്യമാകൂ എന്ന് പറഞ്ഞ് സഹജവും സുന്ദരവുമായ ഉദാഹരണത്താൽ ഗുരുജി എല്ലാവരിലും ഉത്സാഹം നിറച്ചു. ശാഖയ്ക്ക് പുറമെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വയം സേവകരെത്തിപ്പെട്ടു. രാഷ്ട്രത്തിന്റെ സർവാംഗീണ രൂപരേഖ തെളിഞ്ഞു വരാൻ തുടങ്ങി. ജനങ്ങളുടെ പ്രക്ഷോഭം, സ്വാവലംബനം, അതുപോലെ പരസ്പര ഏകാത്മഭാവത്തിനും മഹത്വം നൽകപ്പെട്ടു. മുസ്ലിം പ്രശ്നത്തെപ്പറ്റി ശ്രീ ഗുരുജി പറയാറുള്ളത്, അവരുടെ മനസ്സിലുള്ള അന്യതാബോധമാണ് യഥാർത്ഥ വിഷയം. ഭാരതമാത നമ്മുടെ ഉപാസന മൂർത്തിയാണ്. അതിനെ സ്വീകരിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. 1949 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ABVP, ജനസംഘം, BMS, വനവാസി കല്യാണാശ്രമം എന്നിവയുടെ സ്ഥാപനം നടന്നത്. അതിനായി പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ, മാന്യ ദത്തോബാൻ ഠേങ്കിഡിജി എന്നീ പല ശ്രേഷ്ഠ പ്രചാരകരെയും സംഘകാര്യത്തിൽ നിന്ന് മുക്തരാക്കി. അടുത്ത 10-15 വർഷം കൊണ്ട് ഈ സംഘപ്രവർത്തനം അതിൻ്റെതായ പ്രഭാവം പ്രകടമാക്കി തുടങ്ങി. ദേശത്തിൽ സംഘത്തിന് പുതിയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഇന്ന് സംഘത്തിന് ദേശത്തിൽ അഗ്രഗണ്യ സ്ഥാനമാണുള്ളത്. ഗോരക്ഷാ പ്രക്ഷോഭത്തിൽ ദേശവ്യാപകമായി 1.25 കോടി ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് സമർപ്പിച്ചുകൊണ്ട് ഗോഹത്യ നിരോധിക്കാനുള്ള നിയമം ഉണ്ടാക്കാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം ആരംഭിച്ചു. നിരവധി സന്യാസ ശ്രേഷ്ഠർ ആ വലിയ പ്രക്ഷോഭത്തിൽ അണിനിരന്നു.
സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുഷിച്ച ചിന്തകളും അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യാനായി ഗുരുജി ആഹ്വാനം ചെയ്തു, പ്രേരിപ്പിച്ചു. വിവിധങ്ങളായ മഠങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നിവയുടെ ആചാര്യന്മാരുടെയും മറ്റു സന്യാസിമാരുടെയും സഹായത്താൽ ഇന്നത്തെ ഈ അനാചാരത്തെ ദൂരത്തെറിയാൻ കഴിയും, സമൂഹത്തെ ഒരു ഏകമാത്ര ജീവസത്തയാക്കാനാകും എന്ന ചിന്താധാരയാൽ പ്രേരിതനായി ഗുരുജി 1964 വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാപിച്ചു. സന്യാസ ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയുടെ ആ ദൃശ്യം അക്ഷരാർത്ഥത്തിൽ ഹൈന്ദവ ഐക്യത്തിന്റെ പ്രേരണാദായകമായ ദൃശ്യമായി മാറി. പ്രയാഗയിലെ കുംഭമേളയിൽ ദേശവിദേശങ്ങളിലെ 25,000 പ്രതിനിധികൾ, 4 മഠങ്ങളിലെ ശങ്കരാചാര്യ സ്വാമികൾ, വിവിധ മഠങ്ങളിലെയും സമ്പ്രദായങ്ങളിലെയും ആചാര്യന്മാർ ഒരേ വേദിയിൽ സമാനരായി വിരാജിക്കുന്ന അത്ഭുതകരമായ ദൃശ്യം കണ്ടു. 1000 വർഷങ്ങൾക്ക് ശേഷം ആ ദൃശ്യം വീണ്ടും കൺമുന്നിൽ പ്രത്യക്ഷമായി. ഈ പ്രേരണാദായകമായ ദൃശ്യത്തിന് കാരണക്കാരൻ പരമപൂജ്യ ഗുരുജിയായിരുന്നു. ബലത്താൽ, കപടതകളാൽ, പ്രലോഭനത്താൽ അഭാരതീയമായ മതങ്ങളെ, സമ്പ്രദായങ്ങളെ അംഗീകരിച്ച ഭാരതീയരെ സ്വധർമ്മത്തിലേക്ക് ആദരപൂർവം മടക്കിക്കൊണ്ടുവരുവാനായി ശങ്കരാചാര്യരുടെയും മറ്റ് സന്യാസി ശ്രേഷ്ഠരുടെയും മനസ്സ് രൂപപ്പെടുത്തുവാൻ ശ്രീ ഗുരുജി ശ്രമിച്ചു. 1969 ഉടുപ്പിയിലെ വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഹിന്ദുധർമ്മത്തിൽ തൊട്ടുകൂടായ്മയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല, എല്ലാവർക്കും തുല്യമായ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ന ഹിന്ദു പതിതോ ഭവേത്, ഹിന്ദവ സോദര സർവേ എന്ന പ്രഘോഷണം മുഴക്കപ്പെട്ടു. ഈ പ്രസ്താവന നടപ്പാക്കുന്നതിൽ ഗുരുജിയുടെ പങ്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. സന്യാസിമാരാൽ പ്രഖ്യാപിക്കപ്പെട്ട തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള സർവസമ്മതത്തോടെയുള്ള ഉദ്ഘോഷം പരമപൂജ്യ ഗുരുജിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ശ്രീ ഗുരുജി പറഞ്ഞു, ഈ മുഹൂർത്തം എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും ആനന്ദകരവുമായ ഒന്നാണ്. പരമപൂജ്യ ഗുരുജി തന്റെ സ്നേഹനിർഭരവും ആദരപൂർവവുമായ ബന്ധത്താലും അനേകം ധർമാചാര്യന്മാരെയും സന്യാസ ശ്രേഷ്ഠന്മാരെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും വനവാസ കല്യാണാശ്രമത്തിന്റെയും സേവാ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചു. ശ്രീ ഗുരുജി പറയുമായിരുന്നു, ബൗദ്ധധർമ്മം സനാതനധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ തെളിവാർന്ന പ്രസ്താവന ലോക ബൗദ്ധ സമൂഹത്തിന്റെ അധ്യക്ഷനായ യുങ് ചാങ്ടൻ എന്ന മഹാവ്യക്തിയും നൽകി. കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദന്റെ ഭവ്യ സ്മാരകം പണിതീർക്കുവാൻ ഗുരുജി വളരെയധികം ആഗ്രഹിച്ചു. ഭാരത പര്യടന സമയം ശ്രീ ഗുരുജിക്ക് ചൈനയുടെ ഉദ്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ചീന ഭാരതത്തെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് അദ്ദേഹം പല പ്രാവശ്യം നൽകി. എന്നാൽ ഭരണാധികാരികളോ മാധ്യമങ്ങളോ അതിനെ വേണ്ട ഗൗരവത്തിലെടുത്തില്ല. അവസാനം 1962 ചൈന ഭാരതത്തെ ആക്രമിക്കുക തന്നെ ചെയ്തു. 1965 72 പാകിസ്ഥാൻ ആക്രമണത്തെപ്പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഈ എല്ലാ യുദ്ധത്തിലും സ്വയം സേവകർ ഭരണകൂടത്തിനും സൈന്യത്തിനും എല്ലാ വിധത്തിലുമുള്ള സഹായവും നൽകി. ജനതയുടെ മനോബലം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഭരണകൂടത്തിനെതിരെ ഒരിക്കലും വിരലുയർത്തിയില്ല, മറ്റുള്ളവരെ കൊണ്ട് അതിനനുവദിച്ചുമില്ല. ദേശദ്രോഹികളെ ജാഗ്രതാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 1948 സംഘത്തിനുമേൽ നിരോധനം അടിച്ചേൽപ്പിച്ച ഭരണകൂടത്തിന് അവസാനം സംഘത്തിന്റെ ശ്രേഷ്ഠതയെ അംഗീകരിക്കേണ്ടതായി വന്നു. 15 വർഷത്തിനു ശേഷം 1963 പണ്ഡിറ്റ് നെഹ്റുവിന് റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘത്തെ സമ്പൂർണ്ണ ഗണവേഷത്തോടെ പങ്കെടുക്കുന്നതിനായി ക്ഷണിക്കേണ്ടി വന്നു. നെഹ്റു പറഞ്ഞു, സ്വയം സേവകർ മാത്രമാണ് യഥാർത്ഥ ദേശഭക്തർ. സമ്പ്രദായം, ഭാഷ എന്നീ അതിരുകൾ കടന്ന് രാജനൈതികവും സാമ്പത്തികവും ധാർമ്മികവുമായ എല്ലാ മേഖലകളിലെയും പ്രഗത്ഭരുമായി പൂജ്യ ഗുരുജിക്ക് ആത്മബന്ധമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു. കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യർ, പൂജ്യ ചന്ദ്രശേഖര സരസ്വതികൾ പൂജ്യ ഗുരുജിയെ
ചന്ദ്രമൗലീശ്വരന്റെ സൂക്ഷ്മ സ്വരൂപമായി കണ്ടാദരിച്ചു. പൂജ്യ ഗുരുജിക്ക് നിരവധി ഭാരതീയ ഭാഷകളിൽ അറിവുണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദിയിലും മറാഠിയിലും ഇംഗ്ലീഷിലും നടത്തിയ പ്രഭാഷണങ്ങൾ ഇന്നും പഴയ സ്വയം സേവകർക്ക് ഓർമ്മയുണ്ട്. ദൈനംദിന ശാഖകളിൽ നടക്കുന്ന ചാരിത്ര നിർമ്മാണം, കൗടുംബിക ബന്ധങ്ങളിലൂടെ തയ്യാറാക്കപ്പെടുന്ന കാര്യകർത്താക്കളുടെ മാന്യത, രാഷ്ട്രവിരുദ്ധ കാര്യങ്ങളിൽ എതിർക്കാനുള്ള സമാജ സന്നദ്ധത, അതുപോലെ ജനജാഗരണം, ഈ കാര്യങ്ങൾ പൂജ്യ ഗുരുജി തന്റെ പ്രവാസത്തിൽ സഹജരൂപത്തിൽ തന്നെ ചെയ്തിരുന്നു. വ്യക്തിഗതമായി സംസാരിച്ചും എഴുത്തിലൂടെയും സ്വയം സേവകർക്ക് അദ്ദേഹം മാർഗദർശനം നൽകുമായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യകർത്താവ് കത്തെഴുതിയിട്ട് ഗുരുജി ഉത്തരം കൊടുക്കാത്തതായി ഒരു സംഭവമേ ഉണ്ടാകില്ല. പ്രവാസത്തിൽ ഗുരുജി ഏത് വീട്ടിൽ താമസിക്കുമോ അത് സ്വന്തം വീടായി മാറും. അവിടുത്തെ എല്ലാവരുമായി അദ്ദേഹം ആത്മീയ ബന്ധം ശക്തമാക്കി. സംഘകാര്യത്തിനായുള്ള ഗുരുജിയുടെ യാത്രയിലൂടെ സംഘകുടുംബം രാഷ്ട്രജീവിതത്തിന്റെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. മൂല്യാധാരിത രാജനീതിയിലൂടെ ജനസംഘം 1966 പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലേറി. വ്യവസായങ്ങളുടെ തൊഴിലാളിവൽക്കരണം, തൊഴിലാളികളിലെ രാഷ്ട്രബോധം, രാഷ്ട്രത്തിന്റെ വ്യവസായവൽക്കരണം, ഈ ത്രിസൂത്രത്തിന്റെ ആധാരത്തിൽ BMS ഒന്നാമതെത്തി. വിദ്യാർത്ഥി പരിഷത്ത് ദേശത്തിലെ ഒന്നാമത്തെ വിദ്യാർത്ഥി സംഘടനയായി മാറി. യാതൊരുവിധ ഭരണകൂട സഹായവുമില്ലാതെ വനവാസി കല്യാണാശ്രമം വനവാസി മേഖലകളിൽ വേഗത്തിൽ വ്യാപിക്കപ്പെട്ടു. ക്രിസ്ത്യൻ മിഷണറിമാരാൽ നടത്തിയ മതം മാറ്റത്തിനും തടയിടാൻ വനവാസി മേഖലകളിലും ഊരുകളിലും പ്രവർത്തിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് തങ്ങളുടെ സ്ഥാനമുറപ്പിച്ചു. സഹോദരങ്ങൾ സ്വാഭിമാനത്തോടെ സ്വന്തം സമൂഹത്തിലേക്ക് തിരികെ വരികയാണ്. ആയിരക്കണക്കിന് ശിശുമന്ദിരങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിന് ഭാരതീയ സ്വരൂപം കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം മുന്നേറുകയായി. സംഘവും മറ്റ് സഹസംഘടനകളും വിജയത്തിന്റെ പടവുകൾ മുന്നേറുകയായിരുന്നു. അപ്പോഴാണ് ഹിന്ദു മുന്നേറ്റത്തിന്റെ അഗ്രഗാമിയായ പൂജ്യ ഗുരുജിയെ അർബുദം ബാധിച്ചത്. अमर तत्व की अमिट साधना, प्राणों में उत्सर्ग कामना, जीवन का शाश्वत व्रत लेकर साधक हस कण कण गलता है, जीवन भर अविचल चलता. ലോകത്തിന് പൂജ്യ ഗുരുജിയുടെ ഗതിവേഗത്തെയോ മാനസിക ശക്തിയെയോ തടയാനായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അദ്ദേഹത്തിന്റെ പ്രവാസം തുടർന്നു. നമുക്കിനി കുറച്ച് സമയം മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കി സംഘകാര്യത്തിന്റെ ഭാവി വ്യവസ്ഥ തീരുമാനിക്കുവാൻ സഹപ്രവർത്തകരെ തുടർച്ചയായി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മാർഗദർശനം നൽകേണ്ടതാണെന്ന് ശ്രീ ഗുരുജിക്ക് തോന്നി. അതിനാൽ സംഘത്തിന്റെയും മറ്റ് വിവിധ ക്ഷേത്ര കാര്യകർത്താക്കളുടെയും ബൈഠക് 1972 ഒക്ടോബറിൽ ढाणയിൽ നടത്തപ്പെട്ടു. अब सब लोगों का मत एक जैसे करे, सब लोगों की वाणी एक जैसे ही करे, सब लोगों की कृति एक जैसे ही करे, सब लोग एक ही प्रकार से बोले और सब लोग एक ही प्रकार के कुछ लोगों के मार्गदर्शन से चले. इस प्रकार की स्थिति उत्पन्न करने के लिए कोई एक विशिष्ट ऐसे श्रेष्ठ सिद्धांत, कोई एक भव्य लक्ष्य आवश्यक है. और इस प्रकार की आवश्यकता को सोचकर समझकर और हम सब एक स्नेह संबद्ध जीवन संपूर्ण समाज के संवर्धन के लिए अपनी अपनी क्षमता और शक्ति के अनुसार लगावे. इस प्रकार का समाज में सामंजस्य उत्पन्न करना, यह वह भाव भीनी अवस्था है कि जो अपने समाज के संगठितता को निर्माण करने के लिए अपने लिए आवश्यक है. यही संगठित जीवन का आवाहन है. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്.
ഭാരതമാത നമ്മുടെ മാതൃഭൂമിയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരേ ചൈതന്യം തന്നെയാണ് പ്രവഹിക്കുന്നത്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അതിന്റെ ഭവ്യവും പുണ്യവും സ്വതന്ത്രവും സമൃദ്ധവുമായ ജീവിതം പുനഃസംഘടിപ്പിക്കുകയാണ് നമ്മുടെ ദൗത്യം. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം കാര്യങ്ങൾ ചെയ്യുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇതിന്റെ അനുഭവമുണ്ടാകണം. രാഷ്ട്രജീവിതത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് ഓരോ കാര്യത്തിന്റെയും രചന നടത്തും. വിശുദ്ധ ചാരിത്രത്തിലൂടെ മാത്രമേ നമുക്കും നമ്മുടെ കാര്യത്തിനും യഥാർത്ഥ മഹത്വമുണ്ടാകൂ. സമൂഹത്തിലെ അനാചാരവും സ്വാർത്ഥതയും കൊണ്ട് മനുഷ്യൻ മൃഗമായി മാറുന്നു. ഇതിലൂടെ സമാജ ജീവിതം അസ്വസ്ഥമാകുന്നു എന്നീ മുന്നറിയിപ്പുകളും അദ്ദേഹം നൽകുമായിരുന്നു. ഹിന്ദു രാഷ്ട്രത്തിന്റെ പരമവൈഭവമാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം. ഈ കാര്യത്തെ മറക്കാതെ എല്ലാ സഹപ്രവർത്തകരെയും സംഘടനകളെയും ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ മാർഗത്തിലൂടെ പോകേണ്ടതാണെന്ന ഒരു നിശ്ചയമെടുത്താൽ മാർഗം എളുപ്പമായിരിക്കും. ഈ വിശ്വാസം അദ്ദേഹം നമ്മിൽ ജനിപ്പിച്ചു, വിശ്വസിപ്പിച്ചു. പൂജ്യ ഗുരുജി ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഞാൻ പറയുന്നു എന്നതിനാൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. മനസ്സിൽ ഒരു ഭാരവുമില്ലാതെ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യൂ. ഈ ചിരന്തന പ്രകാശത്തിൽ മാർഗദർശനം നൽകിക്കൊണ്ട് ആ ബൈഠക് സമാപിച്ചു. മേം നഹി തൂഹി. ഇത് പരമപൂജനീയ ഗുരുജിയുടെ ജീവിത ദർശനമാണ്. തൂ എന്നാൽ സംഘം, സമാജം, ഭഗവാൻ, ഇവ രണ്ടും ഒന്നാണ്. 25 മാർച്ച് 1973 നാഗ്പൂരിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ പൂജ്യ ഗുരുജിയുടെ അവസാന പ്രസംഗം നടന്നു. എവിടെയാണോ ശാഖ നല്ലവണ്ണം നടക്കുന്നത് അവിടെ നമ്മൾ എന്ത് കാര്യം ഏറ്റെടുത്താലും തീർച്ചയായും അത് അന്തസ്സാർന്ന നിലയിൽ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. ആ കാര്യം നമ്മൾ എത്ര ആത്മാർത്ഥതയോടെയും പരിശ്രമപൂർണമായും ചെയ്യുന്നുവോ അത്രയ്ക്ക് നാം വിജയിക്കും. ഒരു സംശയവുമില്ല. നമുക്കെന്നും വിജയം തന്നെ വിജയമായിരിക്കും. ഭാരത് മാതാ കി ജയ്. 1973 ജൂൺ 5 ആ തപസ്വിയുടെ ഇഹലോകവാസം അവസാനിച്ചു. ആ മഹാത്മാവ് ദിവ്യലോകത്തേക്കുള്ള തന്റെ പ്രയാണം ആരംഭിച്ചു. മഹാപ്രസ്ഥാനത്തിന് മുൻപെഴുതിയ 3 കത്തുകളിലൂടെ അദ്ദേഹം ഭാവിയെ സംബന്ധിച്ച സുപ്രധാന സൂചനകൾ നൽകി. പൂജ്യ ബാളാ സാഹബ് ദേവറസ്ജിയെ സർസംഘ ചാലകാക്കണമെന്നും തനിക്കൊരിക്കലും സ്മാരകം നിർമ്മിക്കരുതെന്നും തന്റെ പെരുമാറ്റത്താൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമായാചനം നടത്തുന്നുവെന്നും അദ്ദേഹം അതിലെഴുതി. മഹാനായ ആ ഋഷിവര്യൻ, വിനമ്രതയുടെ മഹത്തായ പ്രതീകം, പൂജ്യ ഗുരുജി തന്റെ ശ്രാദ്ധം മുൻപേ തന്നെ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രഭാവിതനാക്കിയ ശ്രീ ഗുരുജി ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസന്നമായ സുസ്മേരവദനം, തുറന്നുള്ള ആ പൊട്ടിച്ചിരി, ധീരഗംഭീരമായ വാക്കുകൾ, സ്നേഹനിർഭരവും വാത്സല്യപൂർണവുമായ സ്പർശത്തിന്റെയും അനുഭൂതി ഇന്നും നമുക്ക് പ്രേരണ നൽകുന്നു. चाहिए आशीष माधव नम्र गुरुवर प्रार्थना, चाहिए आशीष माधव नम्र गुरुवर प्रार्थना, संकटों से पूर्ण पथ पर पुण्य स्मृति तब मार्गदर्शक, संकटों से पूर्ण पथ पर पुण्य स्मृति तब मार्गदर्शक, फूल होंगे शूल सारे मित्र होंगे सब विरोधक, फूल होंगे शूल सारे मित्र होंगे सब विरोधक, दीजिए बख्शत ऋषिवर बढ़ सके पथ पर निरंतर, कर सके साकार
आपकी हम कल्पना चाहिए आशीष माधव नंद गुरुवरता गया चाहिए आशीष माधव नंद गुरुवरता गया മേം നഹി തൂഹി ഞാനല്ല നീ തന്നെ